മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ ചൊല്ല്. 10ാം ക്ലാസ്സുകാരനായ നിരഞ്ജൻ രാംമോഹന് അച്ഛനും അമ്മയും തന്നെയാണ് പ്രധാന ഗുരുക്കന്മാർ. HSV വിഭാഗം അഷ്ടപതി മത്സരത്തിൽ തുടർച്ചയായി 3ാം വർഷവും A ഗ്രേഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഈ മിടുക്കൻ. സ്മരഗരളഖണ്ഡനം മമ ശിരസി മണ്ഡനം ദേഹി പദപല്ലവമുദാരം ജ്വലതി മയി ദാരുണോ മദനകദനാരുണോ ഹരതു തദുപാഹിതവികാരം. അച്ഛന്റെ ശിഷ്യൻ പകർന്നു നൽകിയ അറിവിന്റെ വെളിച്ചത്തിലാണ് 63ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ അഷ്ടപതി മത്സരത്തിൽ നിരഞ്ജൻ മാറ്റുരച്ചത്. അഷ്ടപതി എന്ന ഇനം നിരഞ്ജന് പരിശീലനം കിട്ടിയത് ശ്രീദേവൻ ചിറമിറ്റം എന്ന് പറഞ്ഞൊരു കലാകാരൻ, യുവ കലാകാരനാണ്. അദ്ദേഹം എൻ്റെ ഹസ്ബൻഡിൻ്റെ ശിഷ്യൻ കൂടിയാണ്. അമ്മ എന്നുള്ള രീതിയിലും ഗുരുനാഥ എന്നുള്ള രീതിയിലുള്ളൊരു ഇടകലർന്ന ഒരു സന്തോഷവും അഭിമാനവും തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ തോന്നുന്നത്. പണ്ട് ഞങ്ങളൊക്കെ മത്സരിച്ചിരുന്ന ഒരു കാലം കൂടി ഓർത്തെടുക്കാനുള്ളൊരു സമയം അതുകൂടിയാണ്. ക്ലാസിക്കൽ ഗാനാലാപനം തുടങ്ങിയ ഇനങ്ങളൊക്കെ ഞാൻ തന്നെയാണ് പരിശീലിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കഥകളിപ്പദം നിരഞ്ജൻ്റെ അച്ഛൻ നെടുമ്പള്ളി രാംമോഹൻ അച്ഛൻ്റെ അടുത്ത് തന്നെയാണ് പരിശീലനം നേടുന്നത്. നിരഞ്ജന്റെ 3ാമത്തെ കലോത്സവ വേദിയാണിത്. എനിക്ക് 8ലൊക്കെ വന്നപ്പോൾ ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. എല്ലാത്തിലും ടെൻഷൻ ഉണ്ട്. പിന്നെ എക്സ്പീരിയൻസ് ആയി വന്നു 2 വർഷം. കുറേ ഫ്രണ്ട്സിനെ കിട്ടി 8ലും 9ലും 10ലൊക്കെ ആയിട്ട്. പിന്നെ ക്ലാസ്സിലൊക്കെ പോയ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. നീ സ്റ്റേറ്റിലൊക്കെ പോയില്ലേ, അടിപൊളിയായി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ മാഷുമാരും ടീച്ചർമാരും അവരൊക്കെ ചിലവർ ഇവിടെ വന്നിരുന്നു എസ്കോർട്ടിങ് ടീച്ചർമാരായിട്ട്. അതായത് അച്ഛനമ്മ അവരൊക്കെ, എൻ്റെ അനിയനും ഉണ്ട്. അവരൊക്കെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. 4ാം വയസ്സു മുതലാണ് നിരഞ്ജൻ അച്ഛൻ്റെയും അമ്മയുടെയും ശിക്ഷണത്തിൽ സംഗീതം അഭ്യസിച്ചു തുടങ്ങിയത്. പ്രശസ്ത സംഗീതജ്ഞരായ നെടുമ്പിള്ളി രാംമോഹൻ്റെയും മീര രാംമോഹൻ്റെയും മകനാണ് പാലക്കാട് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ നിരഞ്ജൻ. അച്ഛനും അമ്മയ്ക്കും കലോത്സവ വേദി സുപരിചിതമാണ്. കഥകളി വേഷ മത്സരത്തിൽ അച്ഛനും കഥകളി സംഗീത മത്സരത്തിൽ അമ്മയും മാറ്റുരച്ചിട്ടുണ്ട്. സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. ആ പാത തന്നെയാണ് ഇഷ്ടത്തോടെ മകനും പിന്തുടരുന്നത്. ഇനിയും ഒരുപാട് കലോത്സവ വേദികൾ നിരഞ്ജനെ കാത്തിരിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.